ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ഞങ്ങൾ വലിയ പ്രശ്നമില്ലാതെ വലിയ കുഴപ്പമില്ലാതെ ഓണമൊക്കെ നല്ലപോലെ ആഘോഷിച്ചു. അപ്പം കാര്യം പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മീഷോ കിച്ചൺ ഫൈൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിവ്യൂ പോലെയും അതുപോലെ തന്നെ ആ സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് എനിക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ലാഗടിപ്പിക്കാതെ നമുക്ക് ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് കാണിക്കാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഓരോ പ്രൊഡക്ട്സിൻ്റെയും പ്രൈസ് വേണമെങ്കിൽ ഞാൻ സൈഡിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ നിങ്ങളെ കാണിക്കുന്നതിന് മുന്നേ എൻ്റെ ത്വരമൂത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല, എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, സാധനങ്ങളെല്ലാം തന്നെ അഫോർഡബിൾ റേറ്റിലാണ് മേടിച്ചേക്കുന്നത്. എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ഒക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല സാധനങ്ങളായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് കാണാം. നമ്മുടെ ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ഫീഡ്സ് ആയാലും മൊത്തം എസ്തെറ്റിക് കപ്സ് കൊണ്ട് നിറഞ്ഞേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, അതും മീഷോ ഫൈൻസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മീഷോ നിന്ന് നമുക്ക് എസ്തെറ്റിക് കപ്പ് എന്തുകൊണ്ട് മേടിച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 2-3 എസ്തെറ്റിക് കപ്സ് മേടിച്ചു. അപ്പോൾ അത് കാണിച്ചു തരാം. എൻ്റെ ചിരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, സാധനം സൂപ്പറാണ്. ഇതാണ് ഒരു കപ്പ്. ദേ ഒരു കിറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഉള്ളിൽ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇത്രയൊക്കെ കാപ്പി കുടിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. കിച്ചണിനൊക്കെ ഒരു ഭംഗി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. സാധനം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഇതാണ് കപ്പ്, ഒന്നാമത്തെ കപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ തരുന്നൊരു സാധനം ഗൈസ്. നമുക്ക് അടുത്ത കപ്പ് കാണാം. പാക്കേജിങ് ഒക്കെ നല്ലതായിട്ടാണ് വന്നേക്കുന്നത്. പൊട്ടിയൊന്നും പോത്തൊന്നുമില്ല, മേടിക്കാം. അടുത്തത് ഇതാണ് അടുത്ത കപ്പ്. നോക്കൂ, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്. ഇത് കോഫിയൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു കപ്പാണ് കേട്ടോ. കോഫിയുടെ കളറൊക്കെയാണ് വരുന്ന റിബൺ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല സാധനമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതോ. ഇത് വലിയൊരു കപ്പാണ്. ഇങ്ങനൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റൊക്കെ എൻഗ്രേവ് ചെയ്തിട്ടുള്ളൊരു സാധനം. നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ്. ഇതോ വലിയ കപ്പ ഡിസൈൻ വരുന്നുണ്ട് ഇവിടെ, ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ. സൂപ്പർ, നല്ല എസ്തെറ്റിക് ഫീലൊക്കെ തരുന്നൊരു കപ്പ്. ഇതാണ് സ്റ്റാൻഡ്. ഇത് ഓൾറെഡി ഇങ്ങനെ നമുക്ക് പാക്ക് എന്ന് വെച്ചാൽ അസംബിൾ ചെയ്ത് വെച്ചേക്കുമല്ലായിരുന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അസംബിൾ ചെയ്ത് വെച്ചതാണ്. അഫോർഡബിൾ റേറ്റിലാണ് ഈ സാധനം വരുന്നത്. ക്വാളിറ്റി നല്ലതാണ്. നമുക്ക് കിച്ചണിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഉള്ളൊരു റാക്കാണ്. വുഡൻ റാക്കാണ് വരുന്നത്. വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. വേറെ കളർ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട്, ബ്രൗൺ ഒക്കെ വരുന്നുണ്ട്, ഫുൾ വൈറ്റും ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കളർ ഷെയ്ഡ്സൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു കിച്ചൺ റാക്കാണ്. നമുക്ക് പൊടിയോ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. റേറ്റ് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, ഇതാണ് സാധനം. ഭയങ്കര ഒരു എസ്തെറ്റിക് ലുക്കൊക്കെ തരുന്നൊരു കിച്ചൺ റാക്കാണിത്. കൊള്ളാം. ക്വാളിറ്റി വലിയ പ്രശ്നമില്ല, ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. റേറ്റിന് പറ്റിയിട്ടുള്ള സാധനം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു സാധനം എനിക്ക് കിച്ചണിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണം എന്ന് തോന്നിയിട്ടുള്ളൊരു സാധനമാണ്. ഇതാണ് ആ സാധനം. നമ്മൾക്ക് ഈ പൊടിവർഗ്ഗങ്ങളൊക്കെ പല പാട്ടകളിലായിട്ടിട്ടിങ്ങനെ 100 തവണ പോയി വന്ന് എടുത്ത് വെക്കുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് തോന്നിയത് ഈ സാധനം ഓരോ പൊടികൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഈ സ്പൂൺ വെച്ച് കോരി അങ്ങോട്ട് ഇട്ടാൽ മതി, എളുപ്പമാണ്. സാധനം സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല വെയിറ്റും ഉണ്ട്, ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. റേറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു 300-350 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. നല്ല വെയിറ്റുള്ള സാധനം, എല്ലാവർക്കും കിച്ചണിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പറാണ്. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് കിച്ചണിൽ നമ്മൾ ടവൽസൊക്കെ വെക്കാറില്ലേ, റോൾ ചെയ്ത് ടവൽസൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഇങ്ങനെ
ടവലൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനം. ഈ ബ്ലാക്ക് കളർ ഷെയ്ഡാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അഫോർഡബിൾ റേറ്റ് ആണ്. സംഭവം കൊള്ളാം. ക്വാളിറ്റി ഇതുണ്ട്, സൗണ്ട് കേട്ടോ, ക്വാളിറ്റി കൊള്ളാം. പൈപ്പ് അങ്ങനൊന്നുമല്ല, ഇരുമ്പാന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല ക്വാളിറ്റി. നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ ടിഷ്യൂ റോള് പ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. കൊള്ളാം. കിച്ചണിനൊക്കെ നല്ലൊരു ലുക്ക് വരുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ കാണാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്തതും മറ്റൊരു യൂസ്ഫുൾ സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ആ സാധനം. ഇതെന്ന് പറയുന്നത് നമുക്ക് എണ്ണയൊക്കെ ഇങ്ങനെ തൂക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രഷാണ്. ഫൈബറാണെന്ന് തോന്നുന്നു. ഫൈബറാണ് വരുന്നത്. നല്ലൊരു എസ്തെറ്റിക് ലുക്കൊക്കെ തരുന്ന ഒരു യെല്ലോ കളർ ഷെയ്ഡാണ്. വേറെ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഞാൻ പിന്നെ യെല്ലോ ചൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ഇവിടെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ബ്രഷ് എണ്ണ തൂത്ത് ഓയിലൊക്കെ ഇങ്ങനെ തൂത്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സാധനം. അത്യാവശ്യമായിട്ട് എനിക്ക് പേഴ്സണലി മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയ ഒരു സാധനം നമ്മുടെ ടീ ആൻഡ് ഷുഗർ കണ്ടെയ്നർ. ഇത് രണ്ടും നമ്മൾ കൂടുതലും ഇവിടെ ചായയാണ് ഇടാറുള്ളത്, കാപ്പിയേക്കാൾ. അതുകൊണ്ട് ഞാൻ ടീൻ്റെയും ഷുഗറിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് കോഫിയുടെ കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല ക്വാളിറ്റി. പ്ലാസ്റ്റിക് ആണ്, പക്ഷേ നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. ടീൻ്റെയും ഷുഗറിൻ്റെയും 2 കണ്ടെയ്നേഴ്സാണ് മേടിച്ചത്. ബ്ലാക്ക് കളർ, വേറെ കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഞാൻ ഇങ്ങനൊരു സ്ട്രിപ്പ് ലൈറ്റ് മേടിച്ചു. ഇതെല്ലാം ഞാൻ കിച്ചണിൽ മേക്ക് ഓവർ ചെയ്യുമ്പോൾ കൂടെ കാണിക്കാം. ഇത് സ്റ്റിക്ക് ചെയ്യുന്നതൊക്കെ. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നെ സ്റ്റിക്കർ വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയത്. ഞാൻ മേടിക്കുന്ന സ്ട്രിപ്പ് ലൈറ്റ് എല്ലാം ഞാൻ സെപ്പറേറ്റ് ഡബിൾ സൈഡ് ടേപ്പൊക്കെ മേടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് സ്റ്റിക്കർ ഉൾപ്പെടെ വരുന്ന സ്ട്രിപ്പ് ലൈറ്റാണ്. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് നമ്മൾ ഇതൊന്നും വെച്ചിട്ടില്ല, സ്റ്റോറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അത് കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അഫോർഡബിളായിട്ട് അതൊന്ന് സെറ്റപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് താഴെ കർട്ടൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് കർട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടേ, ഇതാണ് സാധനം. ഇത്രയും ലെങ്ത്തേ വരുന്നുള്ളൂ. നമുക്ക് കറക്റ്റ് അളവിന് പറ്റിയിട്ടുള്ള കൗണ്ടർ ടോപ്പിന് താഴെ ഇടാൻ പറ്റിയിട്ടുള്ള കേർട്ടൻ മേടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കേർട്ടൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം മേടിച്ചൊരു സ്റ്റിക്കർ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്ക് ഡ്രില്ല് ചെയ്യാൻ വേണ്ട, ഒന്നും ചെയ്യേണ്ട, ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ മേക്ക് ഓവർ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതാണ് ആ സാധനം. ഇതൊരു 8 എണ്ണം വരുന്ന ഒരു സെറ്റ്, 8 or 10 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഗൈസ്, മീഷോ കിച്ചൺ ഫൈൻസ് ആയിട്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. എനിക്ക് ക്വാളിറ്റിയും കാര്യങ്ങളുമൊക്കെ നമ്മൾ തുറന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം സാധനം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. എല്ലാം നല്ല എസ്തെറ്റിക് ലുക്കൊക്കെ തരുന്ന സാധനങ്ങളാണ്. പിന്നെ എനിക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലൊരു സംശയമുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കേർട്ടൻ ഹോൾഡ് ചെയ്യുന്ന ആ ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ മാത്രമേ ഡൗട്ടുള്ളൂ. ബാക്കി എല്ലാ ക്വാളിറ്റിയും പക്കയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ അഫോർഡബിൾ റേഞ്ചിന് സാധനം ഇങ്ങനെയുള്ള കിച്ചൺ ഫൈൻസ് അല്ലെങ്കിൽ ഹോം ഫൈൻസ് ഒക്കെ മേടിക്കുന്നതിന് ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷനാണ് മീഷോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വീടും കിച്ചണും ഒക്കെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും മീഷോ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കാണുക. സാധനം പക്കയാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻസിലൂടെ പറയണം. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ ഗൈസ്.